ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മാസവും നമ്മുടെ ഈ ഒരു ചാനൽ വഴി ഓരോ പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുറച്ചുകൂടെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് വിശുദ്ധരായ ആളുകൾ എഴുതി വെച്ച പുസ്തകങ്ങൾ. ഞാൻ ഈ മാസം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപക്ഷെ ഒത്തിരി പേരുടെയും കയ്യിലേക്ക് അത് കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു വർഷം ഇറങ്ങിയ സുന്ദരമായ പുസ്തകങ്ങൾ ഒന്നാണ്. പ്രത്യേകിച്ച് നിങ്ങളത് മേടിക്കേണ്ടത് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാനുള്ളതല്ല. നമുക്ക് വരുന്നൊരു വർഷം, ശരിക്കും പറഞ്ഞാൽ 2027 വലിയ നോമ്പിൽ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുകയും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഒത്തിരി അധികം ആ വലിയ നോമ്പിനെ സഹായിക്കാൻ പോകുന്ന ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ബാക്കി കഴിഞ്ഞ മാസങ്ങളൊക്കെ പരിചയപ്പെടുത്തിയതുപോലെയല്ല, ഈ മാസം ഞാൻ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ അതെനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ആനന്ദം, നേരത്തെ ആനന്ദം ഇല്ലെന്നല്ല, ഇത് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ജോയ് ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത് എഴുതിയത്, അവതരിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദര വൈദികൻ, സുഹൃത്തായ വൈദികനാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രിയപ്പെട്ട ഫാദർ ജിഷൻ പോൾ വേങ്ങാശ്ശേരി അച്ഛൻ എഴുതിയ സുന്ദരമായൊരു പുസ്തകമാണ് മാർഗം, ദ വേ. ഈ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഈശോയെക്കുറിച്ചാണ്. വളരെ സുന്ദരമായൊരു പുസ്തകമാണ്. ശരിക്കും വലിയ നോമ്പിന് എല്ലാ ദിവസവും ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ വഴി നേരത്തെ പബ്ലിഷ് ചെയ്ത വീഡിയോകളുടെ ഒരു പുസ്തക ഫോർമാറ്റാണ്. സുന്ദരമായിട്ട് ഇത് കൈ കൊണ്ട് കിടക്കാം. എപ്പോഴും നമ്മളിങ്ങനെ യൂട്യൂബിൽ എല്ലാ വീഡിയോസും നമ്മൾ റെഗുലറായിട്ട് കാണണമെന്നില്ല, ചിലപ്പോൾ ചിലത് സ്കിപ്പായി പോയെന്നിരിക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് എപ്പോഴും കൊണ്ടേ നടക്കാം. പ്രത്യേകിച്ച് ഐ ടെൽ യു, നിങ്ങൾക്ക് 2027 ഒരു വലിയ ഗിഫ്റ്റായിട്ട് ഇത് മാറും. വലിയ നോമ്പിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു 50 ആർട്ടിക്കിൾസാണ് എഴുതിയേക്കുന്നത്. നന്നായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കാനുള്ള ഒരു പുസ്തകമല്ല, ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു പുസ്തകമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കയ്യിലേക്ക് ഇത് അച്ഛൻ ഫ്രീ ആയിട്ട് അയച്ചു തന്നു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ, ഇല്ലെങ്കിൽ പിന്നെ പുസ്തകത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപയോഗിച്ച് നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഓർഡർ ചെയ്ത് വായിക്കാം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഇതൊരു വലിയ ശക്തിയായിരിക്കും. പ്രത്യേകിച്ച് ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. എനിക്ക് ഈ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്രയേ തോന്നിയത്. ഈശോ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈശോയുടെ പീഡാസഹനം, മരണം, ഉദ്ധാനം. ഇപ്പോഴും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു. എനിക്ക് വേണ്ടി ഈശോ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഇതാണെന്ന് നമുക്ക് ബോധ്യം തരുന്ന ആ മാർഗത്തിലേക്ക് നമ്മൾ വരുത്താൻ നമ്മളെ സഹായിക്കുന്ന പുസ്തകമാണ്. ഞാൻ ഇതിനകത്ത് ഒരധ്യായത്തിലെ വായിച്ചതിൽ എനിക്ക് ഏറ്റവും അധികം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ഒരു അധ്യായത്തിലെ ഒരു കുഞ്ഞു ഭാഗം മാത്രം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. അധ്യായം 6 ആണ്. 6ാമത്തെ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: സ്നേഹം വളരുന്നത് ചെറു മരണങ്ങളിലൂടെയാണ്. ബൈ സ്മോൾ ഡെത്ത്സ് യു വിൽ ഗെറ്റ് ലവ്. ചെറിയ ചെറിയ മരണങ്ങളിലൂടെ സ്നേഹം വളരുന്നു. അതെന്താണ്? പെട്ടെന്ന് ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഒത്തിരി വലിയ ഫിലോസഫിയാണെന്ന് ചിന്തിക്കരുത്. അച്ഛൻ്റെ ഈ കാര്യം ഈ ഒരു അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം ചൂടില്ല എന്ന് നമ്മൾ ആ വചനം കേട്ടിട്ടുണ്ടല്ലോ. ഈശോ പറഞ്ഞല്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. നോട്ട് ഈസി അല്ലേ? നമ്മുടെ ജീവിത സാഹചര്യമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ച്, വീഴ്ചകളും സങ്കടങ്ങളും, അച്ഛനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുപോലെ ചെറു മരണങ്ങൾ, അല്ലെ മരണതുല്യമായ സങ്കടങ്ങളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോഴാണ് ശരിക്കും അതിലൂടെ വലിയ ഫലങ്ങൾ പുറത്തേക്ക് വരിക. ഗോതമ്പ് മണി സുഖമായിട്ട് അവിടെ ഇരിക്കായിരുന്നു, പക്ഷെ നിലത്ത് വീണു, അഴിഞ്ഞു, സ്ട്രഗിളിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ അഴിഞ്ഞാൽ മാത്രമേ അത് ഫലം ചൂടത്തുള്ളൂ. നമുക്കുണ്ടാകുന്ന എല്ലാ ലൈഫ് സിറ്റുവേഷനും, ചെറു മരണങ്ങൾ പോലെയുള്ള സങ്കടങ്ങൾ, വെല്ലുവിളികളൊക്കെ വരുമ്പോഴത്തേനും ഈശോ പറഞ്ഞ ആ കാര്യം ഓർത്തേക്കണം. അനുദിനം വരുന്ന ഈ കുരിശ്, ഈ വേദനകൾ, വെല്ലുവിളികളൊക്കെ എടുത്ത് ഈശോയുടെ മാർഗത്തിൽ, ഈശോയുടെ വഴിയെ നടക്കാനുള്ള അവസരങ്ങളാണ് ഓരോ കുഞ്ഞു കുഞ്ഞു ക്രൈസിസുകളും. അതിന് ഇച്ചിരി വലുതായി മാറട്ടെ, എല്ലാം നമുക്കുള്ള അവസരങ്ങളും അനുഗ്രഹങ്ങളുമായിട്ടൊക്കെ മാറും. ഈ ചെറു മരണങ്ങളിലൂടെയാണ് നമ്മൾക്ക് സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നതെന്ന്. ഒന്ന് നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയുടെ സ്നേഹം നമുക്ക് മനസ്സിലാവാനും ഒക്കെ നമുക്ക് കൂടുതൽ സഹായമാവുന്ന എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന സ്ട്രഗിളുകളാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, അച്ഛൻ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വത്സല ശിഷ്യനാൽ ചതിക്കപ്പെട്ട്, സ്വജനത്താൽ തകർക്കപ്പെട്ട്, കാൽവരിയിൽ തറയ്ക്കപ്പെട്ട് ഭൂമിയിലേക്ക് താണിറങ്ങിയ ദൈവപുത്രനാകുന്ന ഗോതമ്പ് മണി. ഈശോ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തരികയാണ്, സ്വർഗത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല, അവിടെ നിന്ന് താഴെ വീണ് ഈ പീഡാസഹനത്തിലൂടെ അഴിഞ്ഞ് ഈ ഗോതമ്പ് മണി വിശുദ്ധ കുർബാനയായി മാറി നമുക്ക് നിത്യജീവൻ തന്നു, നമുക്ക് സ്നേഹം തന്നു. ഈശോയാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് അത് വിശുദ്ധ കുർബാനയായി മാറി നമുക്കുള്ള സ്നേഹം തന്നു. തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ഈശോ കാണിച്ചു തരുമല്ലേ ചെയ്തത്. ബലിയർപ്പണം ഇല്ലാതെ സ്നേഹമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു 100 തവണ പറയല്ല ഈശോ ചെയ്തത്. പകരം ആ സ്നേഹം ബലിയാക്കി മാറ്റി. ബലിയർപ്പണമില്ലാതെ, ചെറുമരണങ്ങളില്ലാതെ സ്നേഹമില്ല. ഈ പുസ്തകത്തിലെ ഈ ഒരു അധ്യായത്തിൽ തന്നെ മറ്റൊരു സുന്ദരമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്: ലവ് ഗ്രോസ് വിത്ത് ഇറ്റ് സ്മോൾ ഡെത്ത്സ്. മുമ്പേ പറഞ്ഞതുപോലെ സഹനത്തിൻ്റെ പരിചരണത്തിലാണ് സ്നേഹം പൂവിടുന്നതെന്ന്. സഹനത്തിൻ്റെ പരിചരണത്തിലാണ് സ്നേഹം പൂവിടുന്നത്. നമ്മുടെ വീട്ടിലെ ഗാർഡൻ, പൂന്തോട്ടമൊക്കെ, പൂക്കളൊക്കെ നമ്മൾ പരിപാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി പരിചരിക്കും അല്ലേ? വെള്ളമല്ല, വെള്ളമൊഴിച്ച് തടവൊക്കെ ഒരുക്കി നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹം വരുന്നത്, സ്നേഹം പൂവിടുന്നത് എവിടെ വെച്ചാണ്?
സഹനത്തിൻ്റെ പരിചരണത്തിലാണ്. സഹനങ്ങളിലൂടെ മാത്രമാണ് ചിലപ്പോൾ സ്നേഹം നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതെന്ന്. ഒരു വാക്യം ഇങ്ങനെയാണ്: ഒരു വീണ്ടു വിചാരം ഇവിടെ അനിവാര്യമാകുന്നു, ഒരു തകർച്ചയ്ക്കും വിട്ടുകൊടുക്കാതെ, ഒരു മുറിവേൽക്കലിനും സമ്മതരാവാതെ, ഒരു ഞെരുക്കത്തിനും നിന്നു കൊടുക്കാതെ എങ്ങനെ നമ്മിൽ നിന്ന് ഫലമുണ്ടാകും? അപ്പം നല്ല റിസൾട്ട് വരണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ വഴി സഹനങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. നമ്മളിത് ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടംപോലെ നമുക്ക് വന്നോളും. ആ വരുന്നതിനെല്ലാം നമ്മൾ എന്താക്കി മാറ്റണം? സ്നേഹം തെളിഞ്ഞു കിട്ടാനുള്ള വഴികളാക്കി മാറ്റണം, ഫലം ചൂടാനുള്ള അവസരങ്ങളാക്കി മാറ്റണം. നമുക്കെപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ കൂടുന്ന ധ്യാനങ്ങളോ നമ്മൾ കേൾക്കുന്ന ടോക്കുകളോ ഒക്കെ നമ്മളെ കൂടുതലായിട്ട് ആകർഷിക്കുന്ന എപ്പോഴും ഈ സഹനം മാറ്റാനുള്ള വഴികൾ, ഈ സഹനത്തെ അതിജീവിക്കാനുള്ള വഴികളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കും. പക്ഷേ ഈ സഹനത്തെ ഏറ്റെടുക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന വചനങ്ങളിലും ഒക്കെ ഇതുകൊണ്ട്, ഈശോ ഈ വേദന ഒന്ന് മാറ്റിത്തരാൻ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ഒന്ന്, പ്രതിസന്ധി ഒന്ന് അതിജീവിക്കാൻ. ഇതിനൊക്കെ നമുക്കൊരു ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെല്ലാം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈ സഹനത്തിലൂടെ കടന്നുപോയി ഫലം ചൂടാനുള്ള ഒരു കൃപ. എല്ലാ സഹനങ്ങളും മാറ്റാനല്ല, എല്ലാ സഹനങ്ങളും മാറത്തുമില്ല. പക്ഷെ എല്ലാ സഹനങ്ങൾക്കും നമ്മെ മാറ്റാനൊരു കപ്പാസിറ്റി ഉണ്ട്. എവറി പെയിൻ ഹാസ് എ കപ്പാസിറ്റി ടു ചേഞ്ചസ്. സഹനം മാറത്തില്ലായിരിക്കാം, പക്ഷെ ആ സഹനം നമ്മളെ മാറ്റുന്നുണ്ട്. ചുമ്മാ മാറ്റിയാൽ പോരാ, അത് ഫലം ചൂടണം. അങ്ങനെ ആ ഫലം ചൂടിയാൽ ഈശോ നടന്ന വഴികളിലൂടെ നടന്ന് ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് പറ്റും. അതിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു പുസ്തകമാണിത്. മാർഗം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കാം. ഈശോയാകുന്ന ആ വഴിയെ, ദ വേ, ആ വഴി കൂടെ നടന്ന് സത്യം തിരിച്ചറിഞ്ഞ് ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഈ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം, ജിസനച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം ഈ നമ്മുടെ ചാനലിലൂടെ വരുന്ന ഈ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമായിട്ട് ഒത്തിരി പേരിലേക്ക് ഇത് എത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം. ഒരു 5 പേർക്ക് 10 പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു ഓപ്പണിങ് നമ്മുടെ മനസ്സിലുണ്ടാകണം. മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ, നമ്മൾ തന്നെ കേട്ട് അവിടെ ഒതുക്കി നിർത്തുകയല്ല, മറ്റുള്ളവരിലേക്കൊക്കെ അത് പകർന്നു കൊടുത്താൽ, ഇപ്പോൾ ഇത് നിങ്ങൾ ഒരാൾ ഈ പുസ്തകത്തെക്കുറിച്ച് കേട്ടു, നിങ്ങളതൊരു 10 പേർക്ക് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ആളുകളിലേക്കും ഈ ചില ജീവിത ചിന്തകൾ, തത്വങ്ങൾ, ബോധ്യങ്ങൾ, ഈശോ കാണിച്ചിരുന്ന വെളിച്ചം, മാർഗ്ഗമൊക്കെ ഒത്തിരി പേരിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഒരു ഓപ്പൺനെസ്, ഒരു ധൈര്യം, ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വൈദ്യർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടി, ഈശോയുടെ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ തന്നെ നമ്മളും ആ രാജ്യത്തിൻ്റെ ആ ശുശ്രൂഷകരായിട്ട് നമ്മൾ മാറുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.